കന്നഡയും കൈരളിയും കൈകോർക്കുന്ന സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് മുതൽ വേളിക്കായലും അറബിക്കടലും സംഗമിക്കുന്ന അനന്തപുരി വരെയുള്ള കേരളത്തിന്റെ 14 ജില്ലകളും തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകന്മാർ മുഴുവൻ രാവു പകലാക്കി ചോര നീരാക്കി രാവെന്നോ പകലെന്നോ ചൂടെന്നോ മഴയെന്നോ വെയിലെന്നോ തണുപ്പെന്നോ വ്യത്യാസമില്ലാതെ കൃത്യമായി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ഊണും ഉറക്കവും ഒഴിഞ്ഞുള്ള പോരാട്ടത്തിലാണ്. കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ അമരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആർക്കനുകൂലമായാണ് ചിന്തിക്കുന്നത്? 9.5 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെ ഇടതുമുന്നണിയുടെ ഭരണ നേട്ടങ്ങൾ കേരളത്തിൽ ചർച്ചയാകുമോ? അതോ പ്രതിപക്ഷം പറയുന്ന വികസനമില്ലായ്മയും മുരടിപ്പും കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുമോ? കേരള സർക്കാരുകളുടെ വിലയിരുത്തലായി മാറുമോ ഈ തെരഞ്ഞെടുപ്പ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് കേരളത്തിലെ വോട്ടർമാരാണ്. എന്തായാലും വോട്ടർമാരും കാത്തിരിക്കുകയാണ്. ഡിസംബർ 9-നും 11-നുമായി 2 ഘട്ടങ്ങളായി കേരളം വിധിയെഴുതുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് ആർക്കൊപ്പമാണ്? കരം പിടിക്കാൻ കേരളം തയ്യാറാകുമോ? അതോ കേരളത്തിന്റെ മണ്ണിൽ വീണ്ടും ചെങ്കൊടി പാറുമോ? താമര വിരിയാനുള്ള എളുപ്പ വഴിയായി ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മാറുമോ എന്നതിനെല്ലാം കൃത്യമായ ഉത്തരം ലഭിക്കണമെങ്കിൽ നമുക്ക് ഡിസംബർ 13 വരെ കാത്തിരിക്കാം. കേരളത്തിന്റെ മണ്ണും മനസ്സും ആർക്കനുകൂലമായി ചിന്തിക്കുമെന്ന കാര്യത്തിൽ ഒരു വിലയിരുത്തൽ എന്താണ് കേരളത്തിന്റെ നിലവിലെ രാഷ്ട്രീയ വിശേഷം? ഈ ഒരു തെരഞ്ഞെടുപ്പ് സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ വിലയിരുത്തുമ്പോൾ ഒരു സാധ്യത കൂടുതൽ എന്ന് പറയുന്നത് കോൺഗ്രസിനാണ്. കാരണം നമുക്കറിയാം, ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ 9.5 വർഷം ഭരിച്ചു മുടിച്ച അല്ലെങ്കിൽ ഭരിച്ച് വലിയ ഭരണ നേട്ടങ്ങളൊന്നും പറയാൻ ഇല്ലാത്ത ഒരു സർക്കാരാണ് ഇടതുപക്ഷത്തിന്റെ സർക്കാർ എന്ന് പറയേണ്ടി വരും. പിന്നെ കേരളത്തിൽ താമര വിരിയുന്നത് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ താമര കേരളത്തിൽ വിരിയിക്കാം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. കാരണം പൂർണ്ണമായി കോൺഗ്രസിന് അനുകൂലമാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസിന് അനുകൂലമാണ് ഈ ഇലക്ഷൻ, അല്ലെങ്കിൽ ഇലക്ഷൻ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ കോൺഗ്രസിനൊപ്പമാണ്. കാരണം നമ്മൾ എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് ഒരുപാട് മുന്നിലാണ് പ്രവർത്തനങ്ങളിൽ പോലും. കാര്യം സാധാരണഗതിയിൽ കോൺഗ്രസിലാണ് ഏറ്റവും കൂടുതൽ വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാവുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും. അത് വെച്ച് നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിമത സ്ഥാനാർത്ഥികൾ വളരെ കുറവാണ്. ഐക്യകണ്ഠേന പല ജില്ലകളിലും, ഒട്ടുമിക്ക ജില്ലകളിലും ഐക്യകണ്ഠേന തീരുമാനങ്ങൾ എടുത്തു. പിന്നെ എല്ലാ വർഷത്തെ അല്ലെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ KSU, യൂത്ത് കോൺഗ്രസ്, വനിതകൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അത് കോൺഗ്രസിന് ഒരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ്. അതേസമയം മറുവശത്ത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സാധനം കേരളത്തിലുണ്ട്. നമുക്ക് എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ആ ഒരു സാധനമുണ്ട്. പിന്നെ ശബരിമലയിൽ ഇപ്പോ സർക്കാർ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതെല്ലാം വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ അനുകൂലമാകുന്ന സാഹചര്യം തന്നെയാണ്. തീർച്ചയായും കേരളത്തിൽ കോൺഗ്രസിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം സ്ഥാനാർത്ഥി നിർണയം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു. യുവാക്കൾക്കും സ്ത്രീകൾക്കും KSUക്കാർക്കും പരിചയസമ്പന്നർക്കും എല്ലാം ഒരുപോലെ കോൺഗ്രസ് പ്രാതിനിധ്യം നൽകി. മുമ്പെങ്ങും ഇല്ലാത്ത വിധം കേരളത്തിൽ വിമതശല്യം, വലിയ തോതിലുള്ള വിമതശല്യം ഉണ്ടെങ്കിലും കോൺഗ്രസ് ക്യാമ്പിനകത്ത് വലിയ തോതിലുള്ള ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ കോൺഗ്രസിന്റെ പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം കണക്കെ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇതെല്ലാം കോൺഗ്രസിന് അനുകൂലമായ ഘടകമാണ്. പക്ഷേ CPM പറയുന്നത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രചരണം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് CPM-ന്റെ അവകാശവാദം. BJP പറയുന്നത് ഇരു മുന്നണികളും കേരളത്തെ ഭരിച്ചു മുടിക്കുകയാണ്, മാറ്റാനുറച്ച് കേരളം, മാറാൻ തയ്യാറായി കേരളം എന്ന എന്തൊരു മുദ്രാവാക്യം ഉയർത്തിയാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണം മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവർ പറയുന്നത് ഇരു മുന്നണികൾക്കും കേരളീയ സമൂഹം നിരവധി തവണ അവസരം നൽകിയിട്ടും കേരളത്തിൽ കൃത്യമായി വികസനം എത്തിക്കാൻ, അല്ലെങ്കിൽ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു വിടർത്താൻ ഇരു മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു അവസരം തരൂ എന്നാണ് BJP. MP ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊരു MP ഇപ്പൊ ഉണ്ടല്ലോ, അതും BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കോൺഫിഡൻസ് നൽകുന്ന കാര്യമല്ലേ? തീർച്ചയായും BJP-യെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗര കോർപ്പറേഷൻ, തൃശൂർ കോർപ്പറേഷൻ അവർ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് ഭരണം പിടിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് അവർ പങ്കുവെക്കുന്നത്. 20 നഗരസഭകളിലും 60-ലും 100-നും ഇടയിൽ ഗ്രാമപഞ്ചായത്തുകളിലും ഭരണം പിടിക്കണമെന്നാണ് BJP ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ ടാർഗറ്റ്. പക്ഷേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, നിലവിൽ BJP ഭരിക്കുന്ന പന്തളത്തും പാലക്കാടും അവർക്ക് ഒറ്റയ്ക്ക് ഭരണം ലഭിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ യാതൊരു കാരണവശാലും BJP അധികാരത്തിൽ വരില്ല എന്ന് നമുക്ക് താമര വിരിയില്ല നമുക്ക് എഴുതി ഒപ്പിടാൻ കഴിയും. കാരണം തിരുവനന്തപുരത്ത് പോരാട്ടം ഇപ്പോൾ കോൺഗ്രസും ഇടതുമുന്നണിയും തമ്മിലാണ്, അല്ലെങ്കിൽ UDF-ഉം LDF-ഉം തമ്മിലാണ്. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് LDF-ഉം UDF-ഉം തമ്മിൽ. തൃശ്ശൂരിൽ UDF ഭരണം ഉറപ്പിച്ച ഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ BJP പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരും കോർപ്പറേഷൻ അവർ പിടിക്കുമെന്നാണ്. തീർച്ചയായും അവരുടെ അവകാശവാദം തിരുവനന്തപുരം തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുമെന്നാണ്. വോട്ടെണ്ണണ്ട, അതോടൊപ്പം തന്നെ ഇന്ന് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്ന ഈ ഘട്ടത്തിൽ
ഉറപ്പിച്ച് പറയാൻ കഴിയും. തൃശൂർ കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും താമര വിരിയില്ല. ഒരു BJP-കാരൻ അവിടെ മേയറായി ഇരിക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇടതു മുന്നണിയും വലതു മുന്നണിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത്. അതിൽ തൃശൂരിൽ മികച്ച മുന്നേറ്റം കോൺഗ്രസ് കാഴ്ചവെക്കുമ്പോൾ തിരുവനന്തപുരത്ത് നേരിയ എഡ്ജ് കോൺഗ്രസിന് തന്നെയാണുള്ളത്. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. നഗരസഭകളിൽ പാലക്കാട് നഗരസഭ BJP-യുടെ കൈവശമുള്ളതെന്ന് BJP-ക്ക് ലഭിക്കില്ല. പന്തളം നഗരസഭ BJP-ക്ക് ലഭിക്കില്ല. ഇരു നഗരസഭകളിലും കോൺഗ്രസ് അധികാരത്തിൽ വരും. മറ്റ് അവരുടെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20 നഗരസഭകളും 60 മുതൽ 100 വരെയുള്ള ഗ്രാമപഞ്ചായത്തുകളുമാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർക്ക് നടന്നെത്താൻ കഴിയില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും സ്ഥാനാർത്ഥി നിർണയം മുന്നണികളും ഇടതു വലതു മുന്നണികൾ കൃത്യമായി അവരുടെ സ്ഥാനാർത്ഥി നിർണയം എല്ലാം പൂർത്തീകരിച്ചു. ഇടതു മുന്നണിക്ക് ഒരു ആശ്വാസം നൽകുന്ന കാലം 6ഓളം സീറ്റുകളിൽ എതിരാളികളില്ലാതെ അവർ ജയിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് അവിടെ എതിരാളികളില്ലാത്തത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ പാർട്ടി ഗ്രാമങ്ങളിൽ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരനെ മത്സരിക്കാൻ അനുവദിക്കാത്ത, ഇപ്പോഴും ജനാധിപത്യം കശാപ്പ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ ജയിക്കാൻ കഴിഞ്ഞത്. ഒരു സീറ്റിൽ UDF-ഉം ജയിച്ചിട്ടുണ്ട്. കാസർഗോഡ് ഒരു പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിയും എതിരില്ലാതെ ജയിച്ചു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ജനാധിപത്യത്തിൽ എതിരാളികളില്ലാത്ത ആര് ജയിച്ചാലും ആ ഒരു ജയമായി അംഗീകരിക്കാൻ കഴിയില്ല. മത്സരിച്ച് ജനങ്ങളുടെ അംഗീകാരം നേടി ജയിക്കണം എന്ന കാര്യത്തിലും ഒരു തർക്കമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ജില്ലകളിലും നമുക്കൊരു ഓട്ടപ്രദർശനം നടത്തിയാൽ കാസർഗോഡ് UDF തന്നെയാണ് നേരിയ മുൻതൂക്കം. കണ്ണൂരിൽ പരമ്പരാഗതമായി ഇടതു മുന്നണിയുടെ കോട്ടയാണ് കണ്ണൂർ എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നഗരസഭകളിലും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നതിലും തർക്കമില്ല. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തവണ എന്തോ സംഭവിക്കും. അത്ഭുതകരമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിട്ടുപോയൊരു കാര്യം, കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. മലപ്പുറം പരമ്പരാഗതമായി UDF-ന്റെ പൊന്നാപുരം കോട്ടയാണ്, മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ്. അവിടെ ലീഗും കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് മികച്ച വിജയം ഇത്തവണ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വയനാട്ടിൽ കോൺഗ്രസിന്റെ ഒരു മൃഗീയ ആധിപത്യമുള്ള ജില്ലയാണ്. വയനാട്ടിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് മേൽക്കോയ്മ ഉണ്ടായിരുന്നു. അത് നിലനിർത്താൻ കഴിയും. തൃശൂരിൽ ഇടത് വലത് മുന്നണികളും BJP-യും പോരാട്ടം നടക്കുന്നുണ്ട്. അവിടെ ഒരു മികച്ച ഒരു ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. എറണാകുളത്തേക്ക് വരുമ്പോൾ എറണാകുളം കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയാണ്. ആ കോട്ട കോൺഗ്രസ് ഇത്തവണയും നിലനിർത്തും. കൂടുതൽ വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്ത് കോൺഗ്രസ് നിലനിർത്തും. പാലക്കാട് ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം നടക്കുന്നു. ഇടുക്കി കോൺഗ്രസ് നേരിയ മുൻതൂക്കം ഇപ്പോഴും കോൺഗ്രസ് ഉണ്ട്. ആലപ്പുഴയിൽ ഇടതു മുന്നണിക്ക് തന്നെയാണ് മുൻതൂക്കം എന്ന കാര്യത്തിൽ തർക്കമില്ല. കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ അപ്രമാദിത്വത്തിന് ഇത്തവണ കോൺഗ്രസ് തിരിച്ചടി നൽകും. അവിടെ കോൺഗ്രസ് വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പത്തനംതിട്ട കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയായി ഇത്തവണ നിലനിർത്തും. കൊല്ലം ഇടതു മുന്നണിക്കാണ് മുൻതൂക്കമെങ്കിൽ അവിടെ കോൺഗ്രസ് നിലവച്ചപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൊല്ലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ CPM തമ്മിൽ തർക്കം നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ചിട്ടയായ പ്രവർത്തനം കോൺഗ്രസിന്റെ സംഘടനാ മിഷനറി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് കൊല്ലം ജില്ലയിൽ മികച്ച മുന്നേറ്റം സൃഷ്ടിക്കും. തിരുവനന്തപുരത്ത് നഷ്ടപ്രതാപം കോൺഗ്രസ് തിരിച്ചുപിടിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് വരും. നിലവിലെ സാഹചര്യത്തിൽ ഇനിയും തെരഞ്ഞെടുപ്പിന് ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ ചിത്രങ്ങൾ വിലയിരുത്താൻ കഴിയൂ. ആദ്യത്തെ ട്രെൻഡ് മാത്രമാണ് നമ്മൾ വിലയിരുത്തുന്നത്. കേരളത്തിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നു. അതിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധമുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പ്രതിഷേധമുണ്ട്. ഇതെല്ലാം കോൺഗ്രസിന് അനുകൂലമായ ഒരു ട്രെൻഡാണ് നിലവിൽ നിലനിൽക്കുന്ന. ദിവസങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. നമുക്ക് എന്തായാലും ഡിസംബർ 13 വരെ നമുക്ക് വിലയിരുത്തൽ ഉണ്ടാകും. കൃത്യമായ വിലയിരുത്തൽ നമ്മുടെ ഗ്രൗണ്ട് റിപ്പോർട്ടർമാർ, ഓരോ ജില്ലയിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർമാർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സമഗ്ര വിലയിരുത്തൽ നമ്മൾക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിലയിരുത്തലുകൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഭൂരിഭാഗം ജില്ലകളിലും കോൺഗ്രസിന് UDF-ന് ഒരു മുൻതൂക്കമുണ്ട്. പക്ഷേ അതെപ്പോഴും മാറി മറിയാം. തെരഞ്ഞെടുപ്പാണ്. ട്രെൻഡുകൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പിന്റെ ചിത്രം മാറി മറിയാറുണ്ട്. ഇടതു മുന്നണിയും UDF-ഉം LDF-ഉം തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് എന്ത് വില കൊടുത്തും വിജയിച്ചേ മതിയല്ലോ. കാര്യം രണ്ട് ടേമായി പ്രതിപക്ഷത്താണ്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ. തീർച്ചയായും കോൺഗ്രസിന് പ്രതിപക്ഷത്ത് എന്നത് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടനാപരമായ ദൗർബല്യങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറയുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചേ മതിയാകൂ. എണ്ണയിട്ട യന്ത്രം കണക്കെയുള്ള കോൺഗ്രസിന്റെ സംഘടനാ മിഷനറി ചലിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള ജനവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രതിപക്ഷ നേതാക്കന്മാർ പറയുമ്പോൾ ആ ജനവിരുദ്ധ വികാരം പ്രതിഫലിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിലാണ്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടുകൂടി കോൺഗ്രസിനെ നേരിടാൻ കഴിയും. അതുകൊണ്ട് തന്നെ കൃത്യമായി വ്യക്തമായി സുവ്യക്തമായി കോൺഗ്രസ് നേതാക്കന്മാർ താഴെത്തട്ടിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം പരമാവധി സീറ്റുകളിൽ ജയിച്ചു കയറുക.
ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ആഹ്വാനം ചെയ്തതുപോലെ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് പറഞ്ഞ പോലെ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ജയിച്ചേ മതിയാകൂ. അതുകൊണ്ട് അരയും തലയും മുറുക്കി രാവ് പകലാക്കി കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് മുഖത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് ജയിക്കണം, മറ്റാരും തോൽക്കാതിരിക്കാനല്ല, കോൺഗ്രസ് അല്ല മറ്റാരെയും പരാജയപ്പെടുത്താനല്ല, കോൺഗ്രസിന് തോൽക്കാതിരിക്കാൻ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിന് ജയിച്ചേ മതിയാകൂ. അതിനുവേണ്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകന്മാർ എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി എന്ന മുന്നണി സംവിധാനത്തിന്റെ കുടക്കീഴിൽ കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും RSPയും എല്ലാം ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്.